നമസ്കാരം. അപ്പോൾ ഇലക്ഷൻ ഇന്ത്യ എക്സ്പ്രസ് ഇങ്ങനെ കൊൽക്കത്തയിൽ എത്തി നിൽക്കുമ്പോൾ കൊൽക്കത്തയിൽ ഒരുപാട് മലയാളികളുണ്ട്. എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പേ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം തൊട്ട് തന്നെ ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ട്. ഇപ്പോഴും സ്റ്റിൽ ഒരു വലിയ മലയാളി കമ്മ്യൂണിറ്റി കൊൽക്കത്തയുടെ പല ഭാഗങ്ങളിലുണ്ട്. നമ്മോടൊപ്പം തലശ്ശേരിയിൽ നിന്നുള്ള മിസ്റ്റർ ബദറുൽ ഹുദായും അദ്ദേഹത്തിൻ്റെ മകൻ ഫിറോസ്കയുണ്ട്. ഇവിടെ വലിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. ഈ നമ്മുടെ ബദറുൽ ഹുദ സാഹിബ് ഒരുപാട് കാലം മുമ്പ് ഇവിടെ എത്തിയതാണ്. അപ്പോൾ കൊൽക്കത്തയിൽ നമ്മൾ ഇലക്ഷൻ വിശേഷങ്ങളൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായി അബ്ബാസ് ഇവരോട് കൂടി വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇവരുടെ ഈ കൊൽക്കത്തയുടെ ഒരു ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൾസ് കറക്റ്റ് അറിയുന്ന രണ്ടുപേർ തന്നെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്ര കാലം ഇപ്പോൾ ഇവിടെ? ഞാൻ 1957 കൽക്കട്ടയിൽ വന്നതാ. ബ്രിട്ടീഷ് മുഴുവൻ പോയി തീർന്നില്ല. അന്നേരം ബ്രിട്ടീഷുകാർ കുറേ ഉണ്ടായിരുന്നു. അന്നേരം ഈ ന്യൂ മാർക്കറ്റ്, എസ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഈ മാർക്കറ്റിൽ ഈടുണ്ടായിരുന്ന സർജന്, ഈടുണ്ടായിരുന്ന ചപ്രാസി ഇന്ത്യനായിരുന്നു, സർജൻ്റ് എല്ലാം യൂറോപ്യനായിരുന്നു. കേട്ടില്ല ആ സമയത്ത്. പിന്നെ മെല്ലെ മെല്ലെ ആയിട്ട് ക്രമേണ അവർ പോയി എന്നുള്ളൂ. ഇവിടെ മാർക്കറ്റിങ്ങിനും എല്ലാം ഇതേമാതിരി തന്നെയാണ്. CPM ഭരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അന്നേരം ജ്യോതിബാബു ഉണ്ടായിരുന്നു, അതിനുശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മമതാ ബാനർജി വന്നത്. മമതാ ബാനർജി ഞാൻ പാർട്ടി സമയത്ത് എന്നെക്കാട്ടും ജൂനിയറായിരുന്നു. അന്നേരം ഞാൻ സീനിയർ കോൺഗ്രസിൻ്റെ ഒരു വർക്കറായിരുന്നു. ഏതായാലും കൽക്കത്തയുടെ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രണ്ടുപേർ അല്ലേ ഫിറോസ് ഖാൻ? എങ്ങനെയാണ് പുതിയ രാഷ്ട്രീയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഡെവലപ്മെൻ്റ് ഉണ്ട് ആദ്യത്തെക്കാളും. പിന്നെ ഇവിടുത്തെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ കുറേ പോപ്പുലേഷൻസും ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. സംസാരത്തിലും എല്ലാ വിദ്യാഭ്യാസത്തിലും എല്ലാ സംഗതിക്കും വേൾഡ് വൈഡിലുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ നിലവിലുള്ളൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബംഗാളിൽ ഇപ്പോൾ കൽക്കത്തയിൽ എത്തിയിട്ടുള്ളത്. നിലവിലൊരു സാധ്യത TMC ഉണ്ട്, നമുക്കറിയാം CPM ഉണ്ട്. ഒരുപക്ഷെ CPM അതിൻ്റെ അതിജീവനത്തിലുള്ളൊരു പോരാട്ടത്തിലാണുള്ളത്. കോൺഗ്രസ് ഉണ്ട്, BJP നന്നായിട്ട് കയറി വരുന്നുണ്ട്. എന്താണ് നിലവിലൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ? എങ്ങനെയാണ് പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് TMCന് കുറച്ച് സീറ്റ് കുറയും, പിന്നെ ഡിവൈഡ് ആവും കോൺഗ്രസും CPM ആയിട്ട്. BJPക്കും കുറച്ച് സീറ്റ് പോകും, അത് കുറച്ച് കട്ടാവും. പക്ഷേ TMC ആണ് ഓവറോൾ വിന്നർ ഉണ്ടാവും. BJP കുറയും, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറയല്ലാണ്ട് BJPക്ക് അഭിവൃദ്ധിപ്പെടില്ല, ഇൻക്രിമെൻ്റ് ഉണ്ടാവില്ല, കുറച്ച് കുറയേ ചെയ്യും. പക്ഷേ എങ്ങനെയായിരുന്നെങ്കിലും മമതാ ബാനർജി തന്നെ ലീഡ് ചെയ്യാൻ. അതിൻ്റെ കുറച്ച് കോൺഗ്രസും എടുക്കും. കോൺഗ്രസ് ആദ്യം ഇല്ലാതെ കുറച്ചെങ്കിലും കയറും കോൺഗ്രസിന്. ഏതായാലും ഇവിടെ CPM ഒരു 37 വർഷത്തോളം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു പാർട്ടിയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നത് ഒരു ഗവൺമെൻറ് പശ്ചിമ ബംഗാളിലെ CPM ഭരണകൂടമാണ്. അത് എന്തായാലും അദ്ദേഹം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുമുണ്ട് അല്ലേ? ഭരണകാലത്ത് ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ സഫർ ചെയ്തതിന് എല്ലാ പാർട്ടികളും രാജ്യം ഭരിക്കുന്ന കൂട്ടർ ബോട്ടിൽ മാറി എന്നല്ലാണ്ട് കുപ്പിയിൽ ഉള്ളിലുള്ള സാധനം സെയിം തന്നെയാണ്. ഭരണപരമായി തന്നെ വലിയൊരു വ്യത്യാസം നമുക്ക് മനസ്സിലായില്ല. പിന്നെ CPM തന്ന പിന്നെ ലാസ്റ്റായിട്ട് അതമ്പതിച്ച് അവരവർ മിനിസ്റ്ററും അവരെ ആൾക്കാർ സ്വന്തം കാര്യം നോക്കി കൊണ്ടാണല്ലോ അവർ ഇങ്ങനെ ആയിപ്പോയത്. പിന്നെ ആരും ഒരു വലിയ അഭിവൃദ്ധിപ്പെട്ടിട്ടില്ല. ഞാൻ വരുന്ന കാലത്ത് ഇവിടെയാണ് ഏറ്റവും വലിയ ബ്രിട്ടീഷ് കമ്പനി ഉണ്ടായിരുന്നത്. ജോസഫ് കമ്പനി, വലിയ വലിയ കമ്പനി ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് കമ്പനി. ഇപ്പോൾ അങ്ങനത്തെ ഒരു ബ്രിട്ടീഷ് കമ്പനി ഞാൻ കാണുന്നില്ല. എല്ലാം വലിയ വലിയ കമ്പനിയും വലിയ വലിയ സോളിസിറ്ററും എല്ലാം ബ്രിട്ടീഷായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരാളും ബ്രിട്ടീഷയിലെല്ലാം പോയില്ലേ. പിന്നെ അത്ര വലിയ ഡെവലപ്പായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഏതായാലും പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളായി നോക്കിക്കാണുന്ന അനുഭവ സമ്പത്തൊക്കെയുള്ള കുറച്ച് ആളുകളുമായിട്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. ഏതായാലും വിധി വരുന്നതിനെ കാത്തിരിക്കുക തന്നെ വേണം സൈഫുദ്ദീൻ. ശരി, അപ്പോൾ മറ്റൊരിടത്ത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അല്ലേ? അതെ. അപ്പോൾ പശ്ചിമ ബംഗാളിലെ ന്യൂ മാർക്കറ്റിൽ നിന്ന് PC സൈഫുദ്ദീനൊപ്പം മുഹമ്മദ് അബ്ബാസ്, ടീം ഇലക്ഷൻ ഇന്ത്യ എക്സ്പ്രസ്, മീഡിയ 1.